അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കാത്തിരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ടാണ്. രാവിലെ എഴുന്നേറ്റ് മുറ്റത്തൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്നു. ഉണ്ണിക്കുട്ടൻ 2 ലവ് ബേഡ്സിനെ മേടിച്ചിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി ടി വി ഒക്കെ വെച്ച് ഉണ്ണിക്കുട്ടനും അപ്പൂപ്പനും ടി വിയുടെ മുമ്പിൽ രാവിലെ തന്നെ ഹാജരായിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനും അടുത്തു. അവനപ്പോൾ ഇറങ്ങി വന്ന് അവൻ്റെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുക്കുകയും കളിയൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്നു. അപ്പോൾ ഉണ്ണിക്ക് ഒരു ബാത്ത് ടബ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് വന്നു. ഉണ്ണിയുടെ കുഞ്ഞമ്മ അതൊക്കെ റെഡിയാക്കി കൊടുത്തു. കുറേ മെനക്കെട്ടാണ് അതൊക്കെ വീർപ്പിച്ചെടുത്തത്. അപ്പോഴത്തെ ഉണ്ണിയുടെ കൂട്ടുകാരൊക്കെ കളിക്കാനൊക്കെ എത്തി. അങ്ങനെ ബാത്ത് ടബിൽ വെള്ളമൊക്കെ നിറച്ച് ഉണ്ണിക്കുട്ടൻ കളിയൊക്കെ തുടങ്ങി. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സിബി കറ്റാരത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഓട്ടമായി. പിന്നെ അങ്ങനെ ഒരുറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് നമുക്ക് നല്ല ചൂട് ഉള്ളിവടയും ബീഫ് കറിയൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചു. ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്ക് നമ്മുടെ പുൽക്കൂടെല്ലാം ആക്റ്റീവായി. ഉണ്ണിക്കുട്ടൻ ഇതൊക്കെ ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. അങ്ങനെ ചെറിയ രീതിയിലുള്ള പുൽക്കൂടൊക്കെ നമ്മളും സെറ്റ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ദാ വരുന്നു നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഉണ്ണിക്കുട്ടന് പേടിയാണ്, എന്നാലും ഈ ക്രിസ്മസ് അപ്പൂപ്പനൊരു വൈബുള്ള അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പൻ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടനും അപ്പൂപ്പനും കൂടെ സെറ്റായി. 2 പേരും കൂടെ തുള്ളാനൊക്കെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെയുള്ള പിള്ളേരുടെ വരവാണ് നമ്മളെ കൂടുതലും ആ ഒരു വൈബിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ കുറേ പാട്ടൊക്കെ പാടി കുറേ നേരം അവരുമായിട്ടൊക്കെ ചിലവഴിച്ച് ലാസ്റ്റ് അപ്പൂപ്പൻ സെൽഫി എടുത്ത് പോയി. ഓക്കെ ബൈ.